അപ്പം നമ്മൾ ഇന്നലെ പഠിച്ചതിന്റെ ബാക്കിയായിട്ട് ഐഡിയോളജി, സോഷ്യൽ ബേസ് ആൻഡ് ഇലക്ട്രൽ പെർഫോമൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ നമ്മൾ പ്രധാനമായിട്ടും ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടീസ്, അവയുടെ ഐഡിയോളജി എങ്ങനെയാണ്, അവർ ഓരോ ഇലക്ഷനിലും എങ്ങനെയൊക്കെയാണ് പെർഫോം ചെയ്തത് എന്നൊക്കെയുള്ളതാണ് ഈ ക്ലാസ്സിൽ അനലൈസ് ചെയ്യുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഈ ഭാഗത്തു നിന്നും ഇതുവരെ കണ്ടിട്ടില്ല. എന്നിരുന്നാലും സിലബസിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ നമുക്ക് ഇതൊന്ന് നോക്കാം. ആദ്യമായിട്ട് വരുന്നത് ആദ്യത്തേത് ഭാരതീയ ജനതാ പാർട്ടി BJP ആണ്. BJPയുടെ ഐഡിയോളജി എന്ന് പറയുന്നത് കൾച്ചറൽ നാഷണലിസം അഥവാ ഹിന്ദുത്വ എന്ന് പറയുന്നതാണ്. പിന്നെ സ്ട്രോങ് നാഷണലിസം, ഇക്കണോമിക് ലിബറലൈസേഷൻ, സ്ട്രോങ് സെൻട്രൽ ലീഡർഷിപ്പ്. ഇത്രേ ഉള്ളൂ. നാഷണലിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളത്. ഇനി ഐഡിയോളജിക്കൽ ഇൻഫ്ലുവൻസിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ RSS ഉണ്ടല്ലോ, രാഷ്ട്രീയ സ്വയം സേവക് സംഘം, ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് പാർട്ടി പ്രവർത്തിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പം RSSനെ ഇൻസ്പയർഡ് ആയിട്ടാണ് BJP പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. സോഷ്യൽ ബേസ് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് പേജിലോട്ട് പോയോ? കാണാം. സ്ക്രീൻ ഓക്കെ ആണോ? ഓക്കെ. അപ്പം സോഷ്യൽ ബേസ് നോക്കുവാണെങ്കിൽ അപ്പർ കാസ്റ്റ് ആളുകളുണ്ട്, അർബൻ മിഡിൽ ലീഡേഴ്സ് ഒക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ ഇതിന് എന്താണ് യൂത്ത് വിങ്ങുകളുണ്ട്, അതുപോലെ തന്നെ അല്ലാതെ എന്താണ് വിദ്യാർത്ഥി യൂണിയനുകളുണ്ട്. അഖില ഭാരതീയ ഒരു സെക്കൻഡ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് ABVP എന്ന് പറഞ്ഞിട്ട് വിദ്യാർത്ഥി സംഘടനയുണ്ട്. അങ്ങനെയുള്ള യൂത്ത് വിഭാഗങ്ങളും സ്റ്റുഡന്റ് വിഭാഗങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇലക്ട്രൽ പെർഫോമൻസിന് ശേഷമാണ് പാർട്ടിക്ക് ഒരു ബേസ് കിട്ടുന്നത്. ഇതില് ഗവൺമെന്റ് ഫോം ചെയ്യുന്നുണ്ട്. 1999 ഗവൺമെന്റ് ഫോം ചെയ്യുന്നുണ്ട്. നമ്മുടെ വാജ്പേയി ഗവൺമെന്റ്, അതാണ് 1998 വരുന്നത്. പിന്നെ 2014, 2019, 2024 ലോക്സഭാ ഇലക്ഷൻസിൽ വലിയൊരു വിക്ടറിയാണ് BJPക്ക് ഉണ്ടായിട്ടുള്ളത്. ഇനി ഇതിന്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രോങ് ഓർഗനൈസേഷൻ, നല്ലൊരു ഓർഗനൈസേഷൻ കപ്പാസിറ്റി ഉള്ള പാർട്ടിയാണ് BJP. സോഷ്യൽ മീഡിയ, കേഡർ നെറ്റ്വർക്ക് ഒക്കെ വലിയ വിപുലമായിട്ടുള്ള പാർട്ടിയാണ്. ലീഡർഷിപ്പ് പോപ്പുലാരിറ്റി, ഇപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ ലീഡർഷിപ്പിന് വലിയൊരു പ്രാധാന്യം BJPക്ക് ഉണ്ട്. നമ്മുടെ നരേന്ദ്രമോദിയുടെ ഒക്കെ കരിസ്മ വളരെ വലുതാണ്. അപ്പൊ അത്തരത്തിലുള്ള വലിയൊരു കരിസ്മ ഉള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. സോ അത്രേ ഉള്ളൂ BJPയെ കുറിച്ച് പഠിക്കേണ്ടത്. നെക്സ്റ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഐഡിയോളജി എന്ന് പറയുന്നത് സെക്യുലറിസം, ഡെമോക്രസി, സോഷ്യലിസം, ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ്. ആദ്യ കാലഘട്ടങ്ങളിൽ സോഷ്യലിസത്തിന് തന്നെയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അപ്പോ ഈ മൂന്നെണ്ണം, സെക്യുലറിസം, ഡെമോക്രസി, സോഷ്യലിസം, ഇത് മൂന്നെണ്ണം പറയുന്നത് ഇൻക്ലൂസീവ് സോഷ്യൽ ആണ്. എന്താ റെയിൻബോ കോളിഷൻ എന്ന് അറിയാമോ? റെയിൻബോ കോളിഷൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? റെയിൻബോ കോളിഷൻ എന്ന് വെച്ചാൽ അറിയാമോ? ബ്രേക്ക് ആകുന്നുണ്ടോ? ഇപ്പോഴും ആണോ? ഇപ്പോഴും ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പോൾ ഓക്കെ ആയോ? ഓക്കെ ആണോ? ഓക്കെ. എന്താ റെയിൻബോ കോളിഷൻ എന്ന് വെച്ചാൽ അറിയാമോ? അതായത് നമ്മുടെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കാസ്റ്റ്, റിലീജിയൻ, അതുപോലെ തന്നെ ഭാഷ, ഇല്ലെങ്കിൽ കോൺസെപ്റ്റുകൾ, ഇല്ലെങ്കിൽ ഐഡിയോളജീസിനെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള എല്ലാ വിഭാഗങ്ങളിലുമുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ള ഒരു കോളിഷൻ, അതാണ് റെയിൻബോ കോളിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇവിടെ നമുക്ക് കാണാം അപ്പർ കാസ്റ്റിലുള്ള ആൾ ഭാഗമായിട്ടുണ്ട്, ദളിറ്റ്സ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ സമൂഹത്തിലെ വിവിധ കാറ്റഗറിയിലുള്ള ആളുകൾ ഭാഗം കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അതിനെ റെയിൻബോ കോalition എന്ന് വിളിക്കുന്നത്. ട്രൈബൽസ് ഉണ്ട്, റൂറൽ പൂർ ഉണ്ട്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇനി ഇലക്ട്രൽ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ 1967 വരെ ഡൊമിനന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലകൊള്ളുന്നത്. 1989 ശേഷം കുറച്ച് ഡിക്ലൈൻ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ദെൻ 2004 വീണ്ടും UPA സർക്കാർ അധികാരത്തിൽ വരുന്നു. പിന്നെ 2014 മുതലുള്ള ഇലക്ഷനിൽ വളരെ വീക്കായിട്ടുള്ള പെർഫോമൻസ് ആണ് INC കാഴ്ചവെക്കുന്നത് എന്നുള്ളതാണ്. ഇനി അത്തരത്തിലുള്ള വീഴ്ചയ്ക്ക് കാരണം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ലീഡർഷിപ്പ് ക്രൈസിസ് ആണ്. അതായത് നല്ല നേതൃത്വപാഠം INCയിൽ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഓപ്ഷണൽ വീക്ക്നെസ് ആണ്. മൂന്നാമത്തേത് റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെയും അതുപോലെ തന്നെ BJPയുടെ വളർച്ചയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഡിക്ലൈന് കാരണമായിട്ടുള്ളത്. ഇനി അടുത്ത മൂന്നാമത്തെ കാറ്റഗറി നോക്കുവാണെങ്കിൽ ലെഫ്റ്റ് പാർട്ടീസ് ആണ്. ലെഫ്റ്റ് പാർട്ടീസ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട പാർട്ടീസ് ആണ് വരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, CPIM ഉം CPI-ഉം. ഇതിന്റെ ഐഡിയോളജി നോക്കുവാണെങ്കിൽ നമ്മൾ പറയുന്ന മാർക്സിസം, ക്ലാസ് സ്ട്രഗിൾ, വെൽഫെയർ സ്റ്റേറ്റ്, സെക്യുലറിസം, ആന്റി ഇംപീരിയലിസം, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഐഡിയോളജികളായിട്ട് പറയുന്നത്. ആൻഡ് സോഷ്യൽ ബേസിസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ലേബർ വിഭാഗമാണ്, അല്ലെങ്കിൽ എന്താ വർക്കേഴ്സിന്റെ ഒരു ഗ്രൂപ്പാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്, അഗ്രികൾച്ചറൽ ലേബേഴ്സ്, ട്രേഡ് യൂണിയൻസ്, പെസൻസ്, അങ്ങനെ സാധാരണയായിട്ടുള്ള ഒരുപാട് ആളുകളെയാണ് നമുക്ക് ഈ ഗ്രൂപ്പിനകത്ത് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇനി സ്ട്രോങ്ലി കേരളത്തിലും വെസ്റ്റ് ബംഗാളിലും ത്രിപുരയിലും ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് ഈ വെസ്റ്റ് ബംഗാളിനെ വേണമെങ്കിൽ ക്രോസ് ചെയ്യാം. അവിടെ പാർട്ടി സാന്നിധ്യമുണ്ട്. പക്ഷെ അത്ര ഇത്തവണ BJP അധികാരത്തിൽ വന്നതോടുകൂടി തന്നെ വെസ്റ്റ് ബംഗാളിനെ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാവുന്നതാണ്. ആക്ച്വലി ഇപ്പം ഇന്ത്യയില് വളരെ ചെറിയ ഒരു ഇൻഫ്ലുവൻസ് മാത്രമേ ഈ ഒരു പാർട്ടിക്കുള്ളൂ എന്നുള്ളതാണ്. കേരളത്തിലായിരുന്നു പിന്നെയും ശക്തമായി ഉണ്ടായിരുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലും ലെഫ്റ്റ് പാർട്ടിയുടെ സാന്നിധ്യം ഇല്ലാണ്ടായി എന്നുള്ളതാണ്. ഇനി ഇലക്ട്രൽ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ 90s തൊട്ട് 2000 വരെയൊക്കെ ഒരു ഉണ്ടായിരുന്നു. 2011 ശേഷം വെസ്റ്റ് ബംഗാളിലും ഡിക്ലൈൻഡ് ആവാൻ തുടങ്ങി. ഇതൊന്ന് ചെറുതായിട്ട് മാറ്റിക്കൊള്ളുക. ഇപ്പം കേരള പൊളിറ്റിക്സിൽ ഇതിന് റെലവൻസ് ഉണ്ട്, പക്ഷെ ഇവിടുത്തെ അധികാരവും പയ്യെ ഇല്ലാതായി എന്നുള്ളതാണ്. ഇപ്പോൾ അറ്റ് പ്രസന്റ് ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് അധികം ശക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാനമാണ് പൊളിറ്റിക്കൽ പാർട്ടീസ്. അതായത് ഒരു പർട്ടിക്കുലർ റീജിയനെ ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ പർട്ടിക്കുലർ സ്റ്റേറ്റില് പർട്ടിക്കുലർ റീജിയനിലാണ് ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുക. ആ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ മാത്രമായിരിക്കും ഇതിന്റെ എക്സിസ്റ്റൻസ് ഉണ്ടാകുന്നത്. ആൻഡ് ഇവർ സഖ്യം ചെയ്യാറുണ്ട് കേട്ടോ. നാഷണൽ പാർട്ടീസ് ഒക്കെ ആയിട്ട് ഇവർ സഖ്യം ഒരു പർട്ടിക്കുലർ റീജിയനെ ബേസ് ചെയ്തിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇനി റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന് റീജിയണൽ ഐഡന്റിറ്റിയാണ്. അതായത് ആ ഒരു പർട്ടിക്കുലർ പ്ലേസിലുള്ള ആളുകളുടെ കൾച്ചറും അവരുടെ ഡൈവേഴ്സ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സിനെ ഒന്നും കൺസിഡർ ചെയ്യാതെ വരുന്ന സാഹചര്യങ്ങളിൽ അവരുടെ ഐഡന്റിറ്റിയെ മുന്നോട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഫോം ചെയ്തിട്ടുള്ളത്. പിന്നെ ലിംഗ്വിസ്റ്റിക് മൂവ്മെന്റ്സ്, അതായത് ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകൾ ഫോം ചെയ്യണം. അതിനനുസരിച്ചിട്ട് ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിൽ റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഫോം ചെയ്യാറുണ്ട്. അൺഈവൻ ഡെവലപ്മെന്റ്, അതായത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഒരേപോലെ വികസനം നടക്കുന്നില്ല, ഇല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വിഭാഗത്തെ മാത്രം തഴയുന്നു ഒരു ചിന്ത റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടാകുന്നതിന് കാരണമായിട്ടുണ്ട്. ദെൻ കോൺഗ്രസ് പാർട്ടിയുടെ ഡൊമിനൻസിന്റെ ഇല്ലായ്മ റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് വളർന്നു വരുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ഫെഡറലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ എമർജൻസിന് കാരണമായിട്ടുള്ളത്. റീജിയണൽ ഐഡന്റിറ്റി, ലിംഗ്വിസ്റ്റിക് മൂവ്മെന്റ്സ്,
uneven development, decline of Congress dominance, federalization of politics. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ലെഫ്റ്റ് പാർട്ടീസിൽ റീജിയണൽ പൊളിറ്റിക്കൽ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഒന്ന് DMK, നമ്മുടെ ദ്രാവിഡ മുന്നേറ്റ കഴകം, പിന്നെ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ്, തെലുങ്ക് ദേശം പാർട്ടി, ശിവസേന. ഈ പാർട്ടി ഈ കൂട്ടത്തിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം, കാരണം ഇപ്പൊ അതൊരു നാഷണൽ പാർട്ടിയായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട്. സോ അതൊന്നും നിങ്ങൾ ക്യാൻസൽ ചെയ്ത് വിട്ടേക്കണേ. ആം ആദ്മി പാർട്ടിയെ ഇതിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് വിട്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫെഡറലിസം ശക്തമാക്കുന്നതിന് സഹായിക്കുന്നു, ലോക്കൽ അസ്പിറേഷൻസിനെ പ്രതിനിധീകരിക്കുന്നു, അതുപോലെ തന്നെ കൂട്ടുകക്ഷി ഭരണത്തിൽ പ്രധാനമായിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇവരുടെ ഒരു സപ്പോർട്ട് ഏത് പൊളിറ്റിക്കൽ പാർട്ടീസിനാണ് എന്നതിനനുസരിച്ചിട്ടായിരിക്കും ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു മെജോറിറ്റി ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും ലഭ്യമാകുന്നില്ല എങ്കിൽ അവിടെ ഭരണം നിശ്ചയിക്കുന്നത്. സോ റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസിന് വലിയൊരു റോള് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. സോ ഇപ്പൊ ഈ കാര്യങ്ങൾ ക്ലിയർ ആയോ? പൊളിറ്റിക്കൽ പാർട്ടീസ്, അവയുടെ സോഷ്യൽ ബേസ്, റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് കൂട്ടുകക്ഷി ഭരണമാണ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതായത് വ്യത്യസ്ത പാർട്ടികൾ ഒരുമിച്ച് ജോയിൻ ചെയ്ത് മെജോറിറ്റി ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ കൂട്ടുകക്ഷി ഭരണം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇതിൽ ടൈപ്സ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് കോalitions നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ പ്രീ പോൾ കോalitions ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷന് മുൻപ് തന്നെ എന്ത് ചെയ്യും, പൊളിറ്റിക്കൽ പാർട്ടീസ് തമ്മിൽ അലയൻസ് ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടി സപ്പോർട്ട് ചെയ്യാം എന്ന് ഇലക്ഷന് മുൻപ് തന്നെ എന്ത് ചെയ്യും, അവര് പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ അലയൻസ് കൊടുക്കും. രണ്ടാമത്തേത് പോസ്റ്റ് പോൾ കോalition ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം അലയൻസ് ഫോം ചെയ്യുന്നതിനെയാണ് പോസ്റ്റ് പോൾ കോalition എന്ന് പറയുന്നത്. ഇനി ഇതിന് മെറിറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ, വൈഡർ റെപ്രസെന്റേഷൻ ഉണ്ടാകും, കൺസെൻസസ് പ്രൊമോട്ട് ചെയ്യുന്നതിന് സഹായിക്കും, ഫെഡറലിസം സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കും എന്നൊക്കെയുള്ളതാണ് ഇതിന്റെ മെറിറ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് ഡിമെറിറ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി. അതായത് ഇവര് എപ്പോൾ വേണമെങ്കിലും ഇവരുടെ സപ്പോർട്ട് എന്ത് ചെയ്യാം, പിൻവലിക്കാം എന്നുള്ളതാണ്. അതായത് ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടി, ഇപ്പം BJP അധികാരത്തിൽ കയറുന്ന സമയത്ത് BJP സപ്പോർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. പക്ഷെ ഒരു മൊമെന്റിൽ എത്തുമ്പോൾ അവര് BJPക്കുള്ള സപ്പോർട്ട് പിൻവലിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഗവൺമെന്റ് താഴെ പോകാനുള്ള സാധ്യത പോലും അവിടെയുണ്ട്. അതായത് കറക്റ്റ് ആയിട്ടുള്ള മെജോറിറ്റി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു വോട്ട് കൊണ്ടാണ്, ഇവരുടെ ഒരു അലയൻസ് കൊണ്ടാണ് ഭരണത്തിൽ എത്തിയത് എങ്കിൽ ഇവര് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ അലയൻസ് അവര് പിൻവലിച്ചു കഴിഞ്ഞാല് ഗവൺമെന്റ് തന്നെ താഴെ പോകാനുള്ള സാധ്യതകളുണ്ട്. സോ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിക്ക് വലിയൊരു കാരണമാണ് ഇത്തരത്തിലുള്ള അലയൻസ്. പിന്നെ റീജിയണൽ പാർട്ടീസിൽ നിന്നും വലിയ പ്രഷേഴ്സ് ഉണ്ടാകും. അതുപോലെ പോളിസി കോംപ്രമൈസ്, അതായത് ഇപ്പം ഒരു പർട്ടിക്കുലർ പാർട്ടി അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് അവരുടെ കൺസിഡറേഷൻസിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മറ്റു റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ ഈ കോalition വെക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ കൺസിഡറേഷനൂടെ ആയിട്ട് വരും എന്നുള്ളത് വലിയൊരു ഡീമെറിറ്റ് ആയിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആർട്ടിക്കിൾ 324 ആണ്, അല്ലെ? ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ഇനി ഇലക്ഷൻ കമ്മീഷന്റെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ട്, 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇവരുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? കണ്ടക്ട് ഇലക്ഷൻസ്, പ്രിപ്പയർ ഇലക്ട്രൽ റോൾസ്, റെക്കഗ്നൈസ് പൊളിറ്റിക്കൽ പാർട്ടീസ്, എൻഫോഴ്സ് മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട്, സൂപ്പർവൈസ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്. ഇതൊക്കെ ജസ്റ്റ് റീഡ് ചെയ്താൽ മതി. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസിയുടെ ഗാർഡിയൻ ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചിട്ട്, ഇന്ത്യൻ ഡെമോക്രസിയുടെ ഗാർഡിയൻ എന്നറിയപ്പെടുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് എന്നൊന്ന് ഓർത്ത് വെച്ചിരുന്നു. ഇനി ഇലക്ട്രൽ ബിഹേവിയർ ആണ്. ഇലക്ട്രൽ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടിംഗ് പാറ്റേണും വോട്ടർ ചോയ്സസും എങ്ങനെയാണ് എന്നുള്ളതാണ് ഇലക്ട്രൽ ബിഹേവിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ നമ്മൾ ഒരാൾക്ക് വോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് നമ്മുടെ മനസ്സിലുണ്ടാവും, അല്ലെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ റീസൺ കാരണമാകും നമ്മളൊരു വ്യക്തിക്ക് വോട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിലുള്ള റീസൺസിനെയാണ് നമ്മൾ ഇലക്ട്രൽ ബിഹേവിയർ അല്ലെങ്കിൽ വോട്ടിംഗ് പാറ്റേൺ, വോട്ടിംഗ് ചോയ്സ്, വോട്ടർ ചോയ്സസ് എന്നൊക്കെ
പറയുന്നത്. സ്വാഭാവികമായിട്ടും വോട്ടിംഗ് ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കാസ്റ്റ് ആണ്. ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഇപ്പോഴും കാസ്റ്റ് തന്നെയാണ് വലിയൊരു ഫാക്ടറായിട്ട് മാറുന്നത്. രണ്ടാമത്തേത് റിലീജിയൻ ആണ്. മതത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പം ഈ പോപ്പുലർ ഫ്രണ്ട് ഒക്കെ പറയുന്ന സമയത്ത് റിലീജിയൻ വലിയൊരു പ്രാധാന്യമുണ്ട് അല്ലെ. അപ്പം അത്തരത്തിൽ റിലീജിയന് വലിയൊരു പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ലീഡർഷിപ്പ് ഇഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ലീഡർ ഉണ്ട് എങ്കിൽ ആ ഒരു ലീഡറിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത നമുക്കുണ്ട്. ലൈക്ക് നരേന്ദ്രമോദി അല്ലെ. ഇപ്പം നരേന്ദ്രമോദിക്ക് ഒരു ഓവർ ഉണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കരിസ്മാറ്റിക് ലീഡർ, അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിന് ഒരു ഓവർ ഉണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കരിസ്മാറ്റിക് ലീഡേഴ്സ് വോട്ടിംഗ് ബിഹേവിയർ നിശ്ചയിക്കുന്നതിന് ഒരു കാരണമാവാറുണ്ട്. മീഡിയ ആൻഡ് സോഷ്യൽ മീഡിയ. ഇപ്പൊ നമ്മുടെ കാര്യം നോക്കുവാണെങ്കിൽ പ്രസന്റ് ജനറേഷനിൽ ഫുള്ള് സോഷ്യൽ മീഡിയയിലൂടെ അപ്ഡേറ്റ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ. അപ്പം ഡേ ടു ഡേ ലൈഫ് നമ്മൾ കൃത്യമായിട്ട് ആ മൊമെന്റിൽ തന്നെ നമ്മളിലേക്ക് എത്തിച്ചേരും. സോ നമ്മൾ ഇപ്പോഴും എന്താണ് അവെയർ ആയിട്ടാണ് ഇരിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള അവെയർനെസ് നമ്മുടെ ഈ വോട്ടിംഗ് ബിഹേവിയറിനെ സ്വാധീനിക്കുന്നതിന് വലിയൊരു ഫാക്ടറാണ്. പിന്നെ വെൽഫെയർ സ്കീംസ്, അതായത് ജനങ്ങൾക്ക് നേരിട്ട് വെൽഫെയർ ഉറപ്പാക്കാൻ പറ്റുന്ന പോളിസീസ് ഒക്കെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് കൊണ്ടുവരുവാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ ഡെവലപ്മെന്റൽ പ്രോജക്ട്സുകൾക്കൊക്കെ സാധിക്കാറുണ്ട്. ദെൻ റീജിയണൽ ഐഡന്റിറ്റി, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, റീജിയണലൈസേഷനെ കുറിച്ചാണ് പറയുന്നത്. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് കോസിങ് വോട്ടിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രെൻഡ്സ് ഇൻ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ആണ്. ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ചിട്ട് ഇൻക്രീസിങ് വോട്ടർ പാർട്ടിസിപ്പേഷൻ ആണ് അല്ലെ. പണ്ടുള്ളതിനേക്കാളും കൂടുതലായിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, വോട്ടർ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. കാരണം നമുക്ക് റീസെന്റ് ഇലക്ഷൻസിലൊക്കെ നല്ല ഹയർ ടേൺ ഔട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല യുവാക്കളുടെ, അതായത് യൂത്തിന്റെയും വിമനിന്റെയും പാർട്ടിസിപ്പേഷൻ വളരെയധികം ഇപ്പോൾ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല, ഒരു 50s 60s 70s ഉണ്ടായിരുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ വിമൻ യൂത്ത് ഒക്കെ ഈ ഒരു വോട്ടർ പാർട്ടിസിപ്പേഷനിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വലിയൊരു മാറ്റം എന്ന് പറയുന്നത്. ഈ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷനിലുള്ള പ്രധാനപ്പെട്ട ട്രെൻഡ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് റൈസ് ഓഫ് വിമൻ വോട്ടേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഗ്രോത്ത് ഓഫ് ഡിജിറ്റൽ ക്യാമ്പയിനിങ്, നമ്മുടെ ഈ സോഷ്യൽ മീഡിയാസ് ഒക്കെ വഴിയുള്ള ക്യാമ്പയിനിങ് നമ്മളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. സോ നമ്മൾ അതിലേക്ക് അട്രാക്ട് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. Then expansion of regional participation, increasing political awareness. ആദ്യകാലം ഉണ്ടായിരുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്ക് അത്യാവശ്യം പൊളിറ്റിക്കൽ അവയർനെസ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ട് അല്ലെ. അതിന്റെ ബേസിക് കാരണം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയാസ് തന്നെയാണ്. കാരണം അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. നമ്മളപ്പോ ജസ്റ്റ് ഇങ്ങനെ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ ട്വിറ്ററോ ഒക്കെ സ്ക്രോൾ ചെയ്ത് പോയാൽ പോലും നമുക്ക് ബേസിക് ആയിട്ടുള്ള നോളജ് കിട്ടുന്നതിനുള്ള കാര്യങ്ങളും നമ്മുടെ ഫീൽഡിൽ വരും, ന്യൂസ് ഫീൽഡിൽ വരും. സോ നമ്മൾ അതിലേക്ക് ജസ്റ്റ് നോക്കുമ്പോഴേക്കും തന്നെ നമുക്ക് ഒരു അവയർനെസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ഇത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ അവയർനെസിന്റെ ക്രിയേഷനും ഈ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ കൂട്ടുന്നതിന് കാരണമായിട്ടുണ്ട്. ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഇത്രയും ഭാഗം ഓക്കെ ആണോ? ഇതൊക്കെ ജസ്റ്റ് വായിച്ചു വിടാനുള്ള ഭാഗമാണ്, നിങ്ങൾ ഒന്നും പഠിക്കേണ്ടതില്ല കേട്ടോ, ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നത്. ഇതൊക്കെ ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. ദെൻ ഇനി പറയുന്ന കാര്യം കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഇലക്ട്രൽ റിഫോംസ് ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട റിഫോംസ്, ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട റിഫോംസ് എന്തൊക്കെയാണ്? ഒന്നാമത്തേത് ലോവറിംഗ് ഓഫ് വോട്ടിംഗ് ഏജ് ആണ്. അതായത് ഇത് നമ്മൾ പഠിച്ചാണ് 1989 21 വയസ്സിൽ നിന്നും 18 വയസ്സായിട്ട് വോട്ടിംഗ് ഏജ് കുറച്ചു. സോ 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് വഴി വോട്ടിംഗ് ഏജ് കുറച്ചത് വലിയൊരു റിഫോം ആണ്. ഇനി രണ്ടാമത്തേത് ആന്റി ഡിഫെക്ഷൻ ലോ. ഇത് നമ്മൾ പഠിച്ചാണ് 52nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് ഓഫ് 1985 വഴി 10th ഷെഡ്യൂള് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. അങ്ങനെ കൂറുമാറ്റ നിരോധന നിയമം വന്നതോടുകൂടി ഈ പൊളിറ്റിക്കൽ ഗവൺമെന്റിൽ സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പ്രശ്നത്തിന് ഒരു പരിധിവരെ സൊല്യൂഷനായി എന്ന് നമുക്ക് പറയാം. അടുത്തത് EVM ആണ്. EVM എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ഷൻസിൽ വോട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇൻവാലിഡ് വോട്ട്സിന്റെ എണ്ണം കുറയ്ക്കാനും അതുപോലെ എഫിഷ്യൻസി കൂട്ടുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്.
ദെൻ വിവിപാറ്റ് 2014 വിവിപാറ്റ് വരുന്നത്. വോട്ടിംഗിൽ ട്രാൻസ്പെറൻസി കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വിവിപാറ്റ് വരുന്നത്. ദെൻ നോട്ട് ആൻഡ് നൺ ഓഫ് ദി എബോവ് ഓപ്ഷൻ ഇൻട്രൊഡ്യൂസ്ഡ്. അതായത് നമ്മുടെ പാർലമെന്റ് ഇലക്ഷനിലൊക്കെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷനിലൊക്കെ നമുക്ക് താല്പര്യമില്ലാത്ത കാൻഡിഡേറ്റ്സ് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ലിസ്റ്റിലുള്ള കാൻഡിഡേറ്റ്സിനെ ആരെയും നമുക്ക് അക്സെപ്റ്റബിൾ അല്ല എങ്കിൽ നമുക്ക് നൺ ഓഫ് ദി എബോവ് ചൂസ് ചെയ്യാവുന്നതാണ്. സോ നോട്ട് ആ ഓപ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് റിഫോംസ്, അതായത് കാൻഡിഡേറ്റ് ഡിസ്ക്ലോഷറുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ സുപ്രീം കോടതി കറക്റ്റ് ആയിട്ട് ഡയറക്ഷൻസ് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മള് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രപ്പോസൽ. അത് വന്നിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ആ റിഫോം അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. എല്ലാ സ്റ്റേറ്റിനും കൂടി ഒരൊറ്റ ഇലക്ഷൻ, അല്ലെങ്കിൽ മൊത്തത്തിൽ ആകെ ഒരു ഇലക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു പ്രപ്പോസൽ, വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 2018-19 ഒക്കെ ആയപ്പോൾ വന്ന പ്രപ്പോസലാണ്. ഇതുവരെ അത് ഇനീഷ്യേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത്തരത്തിലൊരു പ്രപ്പോസലും ഉണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇലക്ട്രൽ റിഫോംസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നാഷണൽ പാർട്ടീസ് ഇൻ ഇന്ത്യയാണ്. അതുപോലെ തന്നെ അവയുടെ ക്രൈറ്റീരിയ, എങ്ങനെയാണ് ഒരു നാഷണൽ പാർട്ടി ആയിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി മാറുന്നത് എന്നുള്ളതാണ്. നാഷണൽ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ചില പ്രത്യേക ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ അംഗീകരിച്ച പൊളിറ്റിക്കൽ പാർട്ടീസിനെയാണ് നമ്മൾ നാഷണൽ പാർട്ടീസ് എന്ന് പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ചില ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ അംഗീകരിച്ചിട്ടുള്ള പാർട്ടികളെയാണ് നമ്മൾ, പൊളിറ്റിക്കൽ പാർട്ടീസിനെയാണ് നമ്മൾ നാഷണൽ പാർട്ടി എന്ന് പറയുന്നത്. സോ നമുക്ക് എന്തൊക്കെയാണ് ക്രൈറ്റീരിയ എന്ന് നോക്കാം. ഒന്ന്, secures at least 6% of valid votes in Lok Sabha or State Assembly elections in 4 or more states and wins at least 4 Lok Sabha seats. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ എന്താ? ലോക്സഭയിലോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻസിലോ ടോട്ടൽ കിട്ടിയിരിക്കുന്ന വാലിഡ് വോട്ട്, അതായത് അസാധുവായത് കൂട്ടത്തില്ല, വാലിഡ് വോട്ടിന്റെ 6% നേടിയിരിക്കണം. അത് എങ്ങനെയാണ്? 4 അല്ലെങ്കിൽ അതിലധികം സ്റ്റേറ്റുകളിൽ നിന്നായിരിക്കണം നേടിയിട്ടുണ്ടാവുക. അതോടൊപ്പം തന്നെ മിനിമം 4 ലോക്സഭാ സീറ്റെങ്കിലും വിജയിച്ചിരിക്കണം. ഒന്നുകൂടി പറയാം, 4 അതിലധികമോ സ്റ്റേറ്റിലെ ലോക്സഭ അസംബ്ലി ഇലക്ഷൻസിൽ വാലിഡ് ആയിട്ടുള്ള വോട്ട്സുകളിൽ 6% നേടിയിരിക്കണം. അതോടൊപ്പം തന്നെ 4 ലോക്സഭാ സീറ്റ് വിൻ ചെയ്തിട്ടുണ്ടാകണം. രണ്ടാമത്തേത്, wins at least 2% of the Lok Sabha seats from at least 3 different states. ഇപ്പോഴത്തെ സ്റ്റേറ്റസ് അനുസരിച്ചിട്ട് 11 സീറ്റ് എങ്കിലും മിനിമം എന്ത് ചെയ്യണം? 3 ഡിഫറെന്റ് സ്റ്റേറ്റിൽ നിന്ന് കരസ്ഥമാക്കിയിരിക്കണം എന്നുള്ളതാണ്. അതായത് ലോക്സഭാ സീറ്റിന് 2% എങ്കിലും ആ പൊളിറ്റിക്കൽ പാർട്ടിക്ക് 3 സ്റ്റേറ്റിൽ നിന്നും ഉണ്ടായിരിക്കണം. ഇനി മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് റെക്കഗ്നൈസ്ഡ് ആസ് എ സ്റ്റേറ്റ് പാർട്ടി ഇൻ അറ്റ്ലീസ്റ്റ് 4 സ്റ്റേറ്റ്. ഇന്ത്യയിൽ ഇപ്പൊ 28 സ്റ്റേറ്റ്സ് ഉണ്ട്. അതിൽ 4 സ്റ്റേറ്റിലെങ്കിലും മിനിമം ആ പാർട്ടി ഒരു സ്റ്റേറ്റ് പാർട്ടി ആയിട്ട് നിലകൊള്ളണം എന്നുള്ളതാണ്. സോ നമുക്ക് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട നാഷണൽ പാർട്ടീസ് ഏതൊക്കെയാന്ന് നോക്കാം. ഒന്ന് BJP ആണ്, 1980 ഫോം ചെയ്തത്. ഐഡിയോളജി ഒക്കെ നമ്മൾ പറഞ്ഞു. സിംബൽ ലോട്ടസ് ആണ്. ഇപ്പോഴത്തെ ലീഡേഴ്സ് എന്ന് പറയുന്നത് നരേന്ദ്രമോദി, അമിത് ഷാ ഒക്കെയാണ് പ്രധാനപ്പെട്ട ലീഡേഴ്സ്. പിന്നെ കരിസ്മ ഉള്ള മറ്റൊരു ലീഡറാണ് അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇതിലൊന്നും വലിയ കാര്യമില്ല. ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ INC ഉണ്ട്. INC പറയുമ്പോൾ സിംബൽ ഹാൻഡ് ആണ്, നമ്മുടെ കൈയാണ് അല്ലെ, കൈപ്പത്തിയാണ് ചിഹ്നം. പ്രധാനപ്പെട്ട ലീഡേഴ്സ് ജവഹർലാൽ നെഹ്റു ഉണ്ട്, ഇന്ദിരാഗാന്ധി ഉണ്ട്, രാഹുൽ ഗാന്ധി ഉണ്ട്. പിന്നെ അവരുടെ സോഷ്യൽ ബേസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു. വായിച്ചാൽ മതി കേട്ടോ നിങ്ങള്. പിന്നെ ലെഫ്റ്റ് പാർട്ടീസ് ആണ്. ലെഫ്റ്റ് പാർട്ടീസ് വരുമ്പോഴേക്കും CPIM ആണെങ്കിൽ നമ്മൾ പറയുന്ന ഏതൊക്കെയാണ്? ഹാമർ, സിക്കിൾ ആൻഡ് സ്റ്റാർ, അതായത് നമ്മുടെ അരിവാൾ ചുറ്റിക നക്ഷത്രം, അതൊക്കെയാണ് പറയുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അതിലൊന്നും വലിയ കാര്യമില്ല. ഏതൊക്കെയാണെന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കിയേക്കുക കേട്ടോ. അത്രേ ഉള്ളൂ ഈ പാർട്ടി സിസ്റ്റത്തെ കുറിച്ച് പറയാൻ. ഓക്കെ, ക്ലിയർ ആയോ? ഇതിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസും ഏത് വർഷമായിരിക്കും ഫോം ചെയ്തിട്ടുള്ളത് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതായത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ, ഇല്ലെങ്കിൽ ഇന്ന പൊളിറ്റിക്കൽ പാർട്ടി ഫോം ചെയ്ത വർഷം,
ഇല്ലെങ്കിൽ പിന്നെ അവിടെ സിമ്പിൾ ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലീഡറിനെ ചോദിക്കാം. അതിനപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റൻ ഒന്നും നിങ്ങൾ ഇതിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട, അതിനപ്പുറത്തേക്കൊന്നും വരത്തില്ല. ഇനി നമുക്ക് കൊണ്ടുവന്ന് PYQ ഡിസ്കസ് ചെയ്യുമ്പോൾ നോക്കാം കേട്ടോ. സോ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കും. നമുക്ക് അടുത്ത ടോപ്പിക് എടുത്താലോ, അടുത്ത മൊഡ്യൂൾ എടുത്താലോ? ഓക്കെ, ഇത് ഞാൻ ക്ലോസ് ചെയ്യുവാണേ. ഇതിൽ വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്പീഡിൽ വിട്ടത്. ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കാനുള്ള ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ ഇത്. ഇനിയുള്ള എല്ലാ മൊഡ്യൂൾസും, അതായത് നമുക്കിനി ഒരു 3 മൊഡ്യൂളിലൂടെയാണ് എടുക്കാനുള്ളത്. ആ 3 മൊഡ്യൂളും അധികം പ്രാധാന്യമുള്ളതൊന്നും അല്ല കേട്ടോ. സ്ക്രീൻ കാണാമോ? സ്ക്രീൻ വിസിബിൾ ആയോ? സ്ക്രീൻ വിസിബിൾ ആയോ? ഓക്കെ. അപ്പൊ മൊഡ്യൂൾ 8 പറയുന്നത് കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ ആൻഡ് റിക്വസ്റ്റ് ഫോർ സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള ഭാഗമാണ്. ടൈറ്റിൽ കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാമായിരിക്കും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. സോ നമുക്ക് നോക്കാം. ആദ്യം തന്നെ സോഷ്യൽ ജസ്റ്റിസ് എന്താണ് എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലെ എല്ലാ സെക്ഷനിലുമുള്ള ആളുകൾക്ക് ഇക്വാളിറ്റി, ഡിഗ്നിറ്റി, റൈറ്റ്സ്, ഓപ്പർച്യൂണിറ്റീസ്, ഇത്രയും കാര്യങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളതാണ് സോഷ്യൽ ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം വീക്കർ സെക്ഷൻസ് അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് അങ്ങനെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും ഒരുപോലെ തുല്യതയും ഡിഗ്നിറ്റിയും റൈറ്റ്സും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഉറപ്പാക്കുക എന്നുള്ളതാണ് സോഷ്യൽ ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇക്വാളിറ്റി ഉണ്ട്, പ്രൊട്ടക്ഷൻ ഫ്രം ഡിസ്ക്രിമിനേഷൻ, സോഷ്യൽ വെൽഫെയർ, ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ്, ഹ്യൂമൻ റൈറ്റ്സ്. ഇതാണ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. ഇനി ഈ സോഷ്യൽ ജസ്റ്റിസ് ഒക്കെ ബന്ധപ്പെട്ടിട്ട് കുറെ തിങ്കേഴ്സ് ഉണ്ട് പ്രധാനപ്പെട്ട. ഒന്ന് ഡോക്ടർ BR അംബേദ്കർ ആണ്. അൺടച്ചബിലിറ്റിക്ക് എതിരായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ ഇക്വാളിറ്റി വേണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹത്തിന്റെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചേക്കുക. ദെൻ ജോൺ റോൾസ് പറയുന്നത് ജസ്റ്റിസ് ആസ് ഫെയർനെസ്, അതായത് ജസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൈമറി ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നുള്ളതാണ് ജസ്റ്റിസ് ആസ് ഫെയർനെസ് കൊണ്ട് ജോൺ റോൾസ് ഉദ്ദേശിക്കുന്നത്. ദെൻ കാൾ മാർക്സ് ആണ്. കാൾ മാർക്സ് പറഞ്ഞ ക്ലാസ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അതായത് വേൾഡ് നിലനിൽക്കുന്ന സമയം തൊട്ട് തന്നെ ഇവിടെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ ഒരു അന്തരം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചൊക്കെയാണ് കാൾ മാർക്സ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു പൊളിറ്റിക്കൽ തിയറിയിൽ നിങ്ങൾക്ക് ഓൾറെഡി സാർ എടുത്തിട്ടുണ്ടാവും മാർക്സിസും ഒക്കെ. ദെൻ മഹാത്മാഗാന്ധി പറയുന്നത് അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് ഹരിജൻസ് ആൻഡ് റൂറൽ പൂർ, അതായത് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൽ തന്നെ ഹരിജൻസിന്റെ അപ്ലിഫ്റ്റ്മെന്റും അതുപോലെ റൂറൽ പൂർ, അതായത് ഡെവലപ്ഡ് ആവാത്ത സൊസൈറ്റിയിലുള്ള ആളുകളുടെ അപ്ലിഫ്റ്റ്മെന്റും ഒക്കെയാണ് മഹാത്മാഗാന്ധി പറയുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ ആയോ? ഇതൊന്നും ജസ്റ്റ് ഒന്നുമില്ല, വേറെ വെറുതെ വായിച്ചു വിട്ടാൽ മതി കേട്ടോ, ഒന്നുമില്ല പഠിക്കാൻ ഒന്നുമില്ല. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ അല്ലെ? ഇനി അടുത്തത് കാസ്റ്റ് ആൻഡ് ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആണ്. ഒരു സെക്കൻഡ്. ഓക്കെ, കാസ്റ്റ് ആൻഡ് ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആണ് വരുന്നത്. കാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ബൈ ബർത്ത് തന്നെ ഒരു വ്യക്തിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ് നമുക്ക് കാസ്റ്റ് എന്ന് പറയാം. ആക്ച്വലി ഇന്ത്യയുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മളായിട്ട് ചൂസ് ചെയ്യുന്നതല്ല ജാതി എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ എവിടെയാണോ ജനിക്കുന്നത്, നമ്മൾ ഏത് പേരൻസിനാണോ ജനിക്കുന്നത്, അവരുടെ ജാതി എന്താണോ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിലേക്ക് എത്തിച്ചേരുവാണ്, അല്ലേ? അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ, ഒന്ന് ഹയറാർക്കി. നമ്മൾ ഹയറാർക്കി ഓൾറെഡി പഠിച്ചാണ്, അല്ലെ? ഒരു ടോപ്പ് ഡൗൺ റിലേഷൻഷിപ്പ് എപ്പോഴും ഉണ്ടാകും. ഏറ്റവും സൊസൈറ്റിയുടെ ഏറ്റവും ഉയർന്ന വിഭാഗത്തിൽ നമ്മൾ ഒരു 4-fold കാസ്റ്റ് സിസ്റ്റം ഒക്കെ പഠിച്ചിരുന്നു, അല്ലെ? ഏറ്റവും മുകളില് ബ്രാഹ്മിൺസ്, പിന്നെ ക്ഷത്രിയാസ്, പിന്നെ വൈശ്യാസ്, പിന്നെ ശൂദ്രാസ്, ഈ ഗണത്തിലെ ഇല്ലാത്ത അൺടച്ചബിൾസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു, അല്ലെ? അപ്പൊ അത്തരത്തിലൊരു ഹയറാർക്കിക്കൽ സ്ട്രക്ചർ കാസ്റ്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്.
എൻഡോഗമി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് കാസ്റ്റിൽ ബിലോങ് ചെയ്യുന്നോ അതേ കാസ്റ്റിനുള്ളിൽ തന്നെ എന്ത് ചെയ്യാം, മാരേജ് നടത്തുക എന്നുള്ളതാണ് എൻഡോഗമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഒക്കുപേഷണൽ ഡിവിഷൻ, അത് നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി എന്ന് വെച്ചാൽ കാസ്റ്റ് ബേസ്ഡ് സൊസൈറ്റി ആണ്. ആൻഡ് ഈ കാസ്റ്റിനനുസരിച്ചിട്ടാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഒക്കുപേഷൻ തീരുമാനിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ ജോലി ചെയ്യുന്നവർക്കും ഓരോ പർട്ടിക്കുലർ കാസ്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പം പോട്ട് മേക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവര് എന്താണ്, നമ്മള് പുരുഷന്മാർ അങ്ങനെ ഏതാണ്ടുമാണ് അവരെ വിളിക്കുക. അപ്പം ആ ഒരു കാറ്റഗറിയിലുള്ളത് അവരത് തന്നെ ചെയ്യുന്നു. ഇനി തെങ്ങ് കയറുന്നവരാണെങ്കിൽ അവരുടെ ജോലി അത് തന്നെ, അവരത് തന്നെ ഫോളോ ചെയ്യുന്നു. അതായത് മക്കളും കൊച്ചുമക്കളും എല്ലാം അതേ ജോലി തന്നെ ചെയ്യുന്നു. ഇപ്പോഴാണ്, അതായത് മോഡേൺ സൊസൈറ്റിയിലാണ് ചേഞ്ച് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഏത് ജോലിയാണോ പേരൻസ് ചെയ്യുക അതേ ജോലി തന്നെ മക്കളും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ സോഷ്യൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പൊതുനിരത്തില് ഇറങ്ങാൻ പാടില്ല, അൺടച്ചബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായത് അല്ലേ. പിന്നെ പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ കോൺസെപ്റ്റ്, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ തൊട്ടാൽ അശുദ്ധിയായി, ഇല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർ നമ്മുടെ അടുത്തൂടെ പോയാൽ അശുദ്ധിയായി എന്നൊക്കെ പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെതിരെയായിട്ട് പറയുന്ന ആർട്ടിക്കിൾസ്, ഇത് പഠിച്ചു വയ്ക്കുക, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഈ കൂട്ടത്തിൽ. അപ്പൊ ആദ്യത്തേത് ആർട്ടിക്കിൾ 14, ഇക്വാളിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നത് കാസ്റ്റിനെതിരെ ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ ആർട്ടിക്കിൾ 15, നോ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 16, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ എംപ്ലോയ്മെന്റ്. ആർട്ടിക്കിൾ 17, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ആർട്ടിക്കിൾ 46, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് SCs ആൻഡ് STs. അപ്പൊ ഇതൊക്കെയാണ് കാസ്റ്റ് സിസ്റ്റത്തിനെതിരായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആർട്ടിക്കിൾസ്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആണ്. എന്തായിരിക്കും ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ? ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ എന്താ? ഇത്രേ ഉള്ളൂ. ഇപ്പം ഏതെങ്കിലും ഒരു പേഴ്സണിന്റെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കാസ്റ്റിന്റെ അടിസ്ഥാനത്തിലോ റിലീജിയന്റെ അടിസ്ഥാനത്തിലോ എത്തനിസിറ്റിയുടെ അടിസ്ഥാനത്തിലോ ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് നടത്തുന്ന പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കുക. രജനി കോത്താരി പറഞ്ഞിട്ടുള്ള ഈ ഒരു വാക്കുകൾ, പൊളിറ്റിക്സ് ഇൻഫ്ലുവൻസ് കാസ്റ്റ്, കാസ്റ്റ് ഇൻഫ്ലുവൻസ് പൊളിറ്റിക്സ്, ഇതൊന്ന് ഓർത്തു വെച്ചേക്കണം. ചിലപ്പോൾ ചോദിക്കാം ഇത് ആര് പറഞ്ഞതാണ് എന്നുള്ളത്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ചോദിച്ചാൽ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്, റിസർവേഷൻ ഡിമാൻഡ്സ് ഉണ്ടാക്കാറുണ്ട്, റൈസ് ഓഫ് കാസ്റ്റ് ബേസ്ഡ് പാർട്ടീസ്, ഇപ്പൊ BDJs ഒക്കെ ഉണ്ടായത് ഈ ഒരു രീതിയിലാണല്ലോ. ദെൻ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സും ഒക്കെ ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാസ്റ്റ് ബേസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസിന് ഇപ്പൊ ബഹുജൻ സമാജ് പാർട്ടി, സമാജ്വാദി പാർട്ടി, രാഷ്ട്രീയ ജനതാദള്, ഇതൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള കാസ്റ്റ് ബേസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസിന് എക്സാമ്പിൾ ആണ്. ഇതിന് പോസിറ്റീവ് ഇഫക്ട്സും നെഗറ്റീവ് ഇഫക്ട്സും ഉണ്ട്. അപ്പൊ പോസിറ്റീവ് ഇഫക്ട്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വീക്കർ സെക്ഷന്റെ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ഇതിലൂടെ ഉറപ്പാക്കാൻ സാധിക്കും. ഡെമോക്രാറ്റിക് ഇൻക്ലൂഷൻ ഉണ്ടാക്കും. റെപ്രസെന്റേഷൻ ഓഫ് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ് ആണ്. പിന്നെ നെഗറ്റീവ് ഇഫക്റ്റ് നോക്കിയ സോഷ്യൽ ഡിവിഷൻ, വീണ്ടും ഒരു സോഷ്യൽ ഡിവിഷന് കാരണമാവും അല്ലെ. പിന്നെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ്, കാസ്റ്റ് കോൺഫ്ലിക്റ്റ്, ഇതൊക്കെയാണ് നെഗറ്റീവ് എഫക്റ്റ് ആയിട്ട് പറയുന്നത് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ക്ലാസ് ആൻഡ് പൊളിറ്റിക്സ് ചേഞ്ചിങ് നേച്ചർ. അപ്പൊ കാസ്റ്റും ക്ലാസ് സെയിം ആണോ? കാസ്റ്റും ക്ലാസ്സും സെയിം അല്ല. ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ഡിവിഷൻ ആണ് അല്ലെ. അതായത് ഒക്കുപേഷന്റെ അടിസ്ഥാനത്തിൽ, ഇൻകത്തിന്റെ അടിസ്ഥാനത്തിൽ, വെൽത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്യുവർലി ഇക്കണോമിക് ബേസിസിലാണ് എന്ത് വരുന്നത്, ക്ലാസ് ഡിവിഷൻസ് വരുന്നത്. കാസ്റ്റ് ഡിവിഷൻസ് വരുന്നത് ജാതിയിൽ, പൂറായിട്ടും എന്താണ് കംപ്ലീറ്റ് ആയിട്ടും ജാതിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി ഏത് റിലീജിയൻ കാസ്റ്റിൽ ബിലോങ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് കാസ്റ്റ് ഡിവിഷൻ വരുന്നത്. ക്ലാസ് ഡിവിഷൻ വരുന്നത് എന്താണ്, ഇക്കണോമിക് കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്. അപ്പൊ എന്താണ്, ക്ലാസ് ഡിവിഷൻസ് ഇല്ലെങ്കിൽ ക്ലാസ് എപ്പോഴും എന്ത് ചെയ്യാം, ചേഞ്ച് ആകും. പക്ഷെ
കാസ്റ്റ് ഒരിക്കലും ചേഞ്ച് ആവത്തില്ല എന്നുള്ളതാണ്. ഇപ്പൊ മാക്സിയൻ വ്യൂ ഓഫ് ക്ലാസ് പറയുവാണെങ്കിൽ എന്താണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. രണ്ട് വ്യൂസ് ആണ്, ഇതിൽ രണ്ട് കാറ്റഗറി, ഹാവ്സ് ഹാവ് നോട്ട്സ്, ബൂർഷ്വാസി പ്രോളിറ്ററേറ്റ്. ബൂർഷ്വാസി എന്ന് പറയുമ്പോൾ ഓണേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, പ്രോളിറ്ററേറ്റ് എന്ന് പറയുമ്പോൾ വർക്കേഴ്സ്. ഇങ്ങനെയുള്ള രണ്ട് ക്ലാസ്സസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി ക്ലാസ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്കണോമിക് ഇൻഇക്വാലിറ്റി ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതിൽ നിന്ന് എമർജ് ചെയ്ത് വരുന്ന പൊളിറ്റിക്സ് ആണ് ക്ലാസ് പൊളിറ്റിക്സ്. ഇപ്പം നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും, ലേബർ മൂവ്മെന്റ്സുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ 3 ഫേസസ് ആയിട്ട് ലേബർ മൂവ്മെന്റ്സ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്, പെസന്റ് മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്, ട്രേഡ് യൂണിയൻ പൊളിറ്റിക്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും PG ലെവലിലൊക്കെ. അപ്പൊ അതൊക്കെ ഇത്തരത്തിലുള്ള ക്ലാസ് പൊളിറ്റിക്സിന് എക്സാമ്പിൾ ആണ്. ഇനി ഇന്ത്യയിലെ ചേഞ്ചിങ് നേച്ചർ ഓഫ് ക്ലാസ് പൊളിറ്റിക്സ് നോക്കുകയാണെങ്കിൽ പണ്ട് കാലഘട്ടങ്ങളിൽ ഇൻഡസ്ട്രിയൽ എലൈറ്റ്സും ലാൻഡ് ഓണേഴ്സും ആയിരുന്നു ഡോമിനേറ്റ് ചെയ്തിരുന്നത്. സ്ട്രോങ് ലേബർ യൂണിയൻ മൂവ്മെന്റ്സുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ LPG ഉണ്ടല്ലോ, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, അത് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ക്ലാസ് ബേസ്ഡ് പൊളിറ്റിക്സിന് ഇപ്പോൾ ഒരു ഡിക്ലൈൻ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ക്ലാസ് പൊളിറ്റിക്സിനേക്കാളും കൂടുതലായിട്ട് ഇപ്പൊ ഇവിടെ നിലകൊള്ളുന്നത് ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആണ്. ദെൻ ഇൻഫോർമൽ സെക്ടർ വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. ഇതൊക്കെ ചേഞ്ചിങ് നേച്ചർ ഓഫ് ക്ലാസ് പൊളിറ്റിക്സ് ആണ് നമുക്ക് പറയാം. ഇനി ഗ്ലോബലൈസേഷൻ എങ്ങനെയാണ് ക്ലാസ് പൊളിറ്റിക്സിനെ അഫക്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഇൻഇക്വാളിറ്റി കൂട്ടുന്നു, പ്രൈവറ്റൈസേഷൻ, ജോബ് ഇൻസെക്യൂരിറ്റി, ഇതൊക്കെയാണ് ഗ്ലോബലൈസേഷന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത്. ദെൻ മാർജിനലൈസ്ഡ് സോഷ്യൽ ഗ്രൂപ്പ്സുകളെ കുറിച്ചാണ് പറയുക. മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ സോഷ്യലി, ഇക്കണോമിക്കലി, പൊളിറ്റിക്കലി ഡിസഡ്വാൻറ്റേജഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളെയാണ് നമ്മൾ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. വിമൻ ആവാം, ചിൽഡ്രൻ ആവാം, മൈനോറിറ്റീസ് ആവാം, SCs ആവാം, STs ആവാം. അപ്പൊ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളെയാണ് നമ്മൾ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഇനി വിമൻ ആൻഡ് പൊളിറ്റിക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യ കാലഘട്ടം മുതലേ ഒരുപാട് എന്താണ് ഇൻഇക്വാലിറ്റീസ് ഫേസ് ചെയ്യുന്ന ഒരു വിഭാഗമായിരുന്നു സ്ത്രീകൾ എന്ന് പറയുന്നത്. പേട്രിയാർക്കി വലിയൊരു ഇതായിരുന്നു, കാരണം മെയിൽ ഡോമിനേഷൻ ആയിരുന്നു അല്ലെ. അപ്പൊ പേട്രിയാർക്കി വലിയൊരു പ്രശ്നമായിരുന്നു, ജെൻഡർ ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടായിരുന്നു, വേജ് ഇൻഇക്വാലിറ്റി ഉണ്ടായിരുന്നു, വയലൻസ് അതിശക്തമായിരുന്നു, ലിമിറ്റഡ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നൊക്കെ. അപ്പൊ അതൊക്കെ മാറ്റി അവർക്കും സൊസൈറ്റിയിൽ ഒരു സ്ഥാനം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 15(3) സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ വിമൻ, ആർട്ടിക്കിൾ 39D ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, ആർട്ടിക്കിൾ 42 മെറ്റേണിറ്റി ലീവുകളെ കുറിച്ച് പറയുന്നത്. ഇനി സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് നിയമങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നിയമങ്ങൾ ഞാൻ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വർഷം പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961, സ്ത്രീധന നിരോധന നിയമം. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005, സെക്ഷൽ ഹരാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് ആക്ട് 2013. ഈ ആക്ടുകൾ അവയുടെ വർഷവും ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അത് ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി പൊളിറ്റിക്കൽ റെപ്രസെന്റേഷന്റെ കാര്യം പറയുവാണെങ്കിൽ 73rd and 74th അമെന്റ്മെന്റ് വെച്ചിട്ട് 33% പഞ്ചായത്തുകളിലേക്ക് സ്ത്രീകൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. ആൻഡ് പുതിയ വിമൻ റിസർവേഷൻ ബില്ല് വന്നിട്ടുണ്ട്, നാരിശക്തി വന്ദൻ അധിനിയം എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ബില്ല് വന്നിട്ടുണ്ട്. പാസ്സായിട്ടില്ല, പക്ഷെ പുതിയൊരു ബില്ല് വന്നിട്ടുണ്ട്. വിമൻ റിസർവേഷൻ ബില്ല് വന്നിട്ടുണ്ട്, 50% കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബില്ല് വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒരു ഫെമിനിസ്റ്റ് അപ്രോച്ചസിലേക്ക് നോക്കുവാണെങ്കിൽ ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് വായിച്ചു കിട്ടാൻ മതി. ലിബറൽ ഫെമിനിസം ഉണ്ട്, സോഷ്യലിസ്റ്റ് ഫെമിനിസം ഉണ്ട്, റാഡിക്കൽ ഫെമിനിസം ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ പൊളിറ്റിക്കൽ തിയറിയിൽ പഠിക്കും കേട്ടോ. ഇവിടെ നമുക്ക് ഇതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. ദെൻ ചിൽഡ്രന്റെ കാര്യം പറയുവാണെങ്കിൽ പോവർട്ടി, എക്സ്പ്ലോയിറ്റേഷൻ ഒക്കെയാണ് ചിൽഡ്രൻ ഫേസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂസ്. ആൻഡ് ഇവരെ സേഫ് ഗാർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 21A റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആഡ് ചെയ്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 24 പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ, ആർട്ടിക്കിൾ 39E and F പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ. ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട നിയമങ്ങൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009, ദെൻ ചൈൽഡ് ലേബർ ആക്ട്, പോക്സോ നിയമം 2012. ഇത് നിങ്ങൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു നിയമമായിരിക്കും അല്ലെ, പോക്സോ നിയമം എന്ന് പറയുന്നത്. പോക്സോ എന്ന് പറയുമ്പോൾ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് കേട്ടോ പോക്സോ കാറ്റഗറിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതൊന്നും ഓർത്ത് വെച്ചേക്കണേ.
മേജർ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ അവർ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താ? ചൈൽഡ് ലേബർ ഉണ്ട്, മാൽ ന്യൂട്രീഷൻ ഉണ്ട്, ചൈൽഡ് ട്രാഫിക്കിംഗ് ഉണ്ട്, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്. അപ്പൊ ചൈൽഡ് ലേബർ, ബാലവേല നിരോധന നിയമം വന്നിട്ടുണ്ട് അല്ലെ. സോ അതിൽ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഈ മാൽ ന്യൂട്രീഷൻ അതൊരു വലിയ ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ അംഗൻവാടികളിൽ കൂടെയൊക്കെ അഡോളസെന്റ് വരെ ഏജുകളിലുള്ളവർക്ക് വരെ ഈ ന്യൂട്രീഷ്യസ് ഫുഡുകൾ വിതരണം ചെയ്യുന്നുണ്ട്. ഇപ്പൊ 3 വയസ്സ് വരെ ആണെങ്കിൽ ഈ അമൃതം പൊടി പോലെയൊക്കെയുള്ള സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിനങ്ങോട്ടേക്ക് ഗേൾ ചൈൽഡ് ആണെങ്കിൽ, അഡോളസെന്റ് ഗേൾ ചൈൽഡ് ആണെങ്കിൽ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പ്രൊവൈഡ്, ഈവൻ സാനിറ്ററി പാർട്സ് ഉൾപ്പെടെ സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അംഗൻവാടി ത്രൂ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മാൽ ന്യൂട്രീഷൻ ഒഴിവാക്കാനുള്ള ഒരു ഗവൺമെന്റിന്റെ പ്രോഗ്രാം ആയിട്ട് നമുക്ക് പറയാം. ദെൻ ചൈൽഡ് ട്രാഫിക്കിംഗ്, മനുഷ്യ കടത്തിലേക്ക് കുട്ടികളെ കടത്തിക്കൊണ്ട് പോകുന്നത് ഒഴിവാക്കുന്നതിനായിട്ടുള്ള നിയമങ്ങളുണ്ട്. ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിക്കിൾ 21A അനുസരിച്ചിട്ട് നിർബന്ധിത വിദ്യാഭ്യാസം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി മൈനോറിറ്റീസിലേക്ക് നോക്കിക്കഴിഞ്ഞാല് പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മൈനോറിറ്റീസിനെ പറയുന്നത്. അതായത് വളരെ എണ്ണം കുറവുള്ള ആളുകളെയാണ് നമ്മൾ മൈനോറിറ്റീസ് എന്ന് വിളിക്കുക. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട മൈനോറിറ്റീസ് എന്താ? റിലീജിയസ് മൈനോറിറ്റീസും ഉണ്ട്, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസും ഉണ്ട്. റിലീജിയസ് മൈനോറിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യൻസ്, മുസ്ലിംസും ഒക്കെ റിലീജിയസ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ആണ്. ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് എന്ന് വെച്ചാൽ നമ്മുടെ ഭാഷ സംസാരിക്കുന്നവരുടെ എണ്ണത്തിലുള്ള കുറവുകൾ ഉള്ളവരെയാണ് നമ്മൾ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 29 ആർട്ടിക്കിൾ 30 ആണ് പറയുന്നത് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ദെൻ മൈനോറിറ്റി കമ്മീഷൻ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് 1992 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവർ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസ് കമ്മ്യൂണലിസം, എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ്, ഡിസ്ക്രിമിനേഷൻ, സെക്യൂരിറ്റി കൺസേൺസ് ഒക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? നല്ല സ്പീഡിലാണ് പോയെന്ന് എനിക്കറിയാം, പക്ഷെ അത് വലിയ കാര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ. എടുത്തില്ല എന്ന് പറയേണ്ടതില്ലല്ലോ എന്നോർത്തിട്ട് മാത്രമാണ് നമ്മൾ ഈ ഭാഗം എടുക്കുന്നത്. ആക്ച്വലി ഇതങ്ങനെ എക്സാമിന് ചോദിക്കാറില്ല എന്നുള്ളതാണ്. വായിച്ചു വിട്ടാൽ മാത്രം മതി കേട്ടോ, വലിയ കാര്യമായിട്ടൊന്നും പഠിക്കണ്ട. ഓക്കെ, ഇത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് ഈ അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു കാര്യം ഫോളോ എന്ന് വെച്ചാൽ അൺടച്ചബിൾ ആയിട്ട് കൺസിഡർ ചെയ്തിരുന്ന ആളുകളെയാണ് നമ്മൾ SCs എന്ന് പറയുന്നത്, ഒപ്രസ്ഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയാം. ഇവരുടെ പ്രധാനപ്പെട്ട സേഫ് ഗാർഡ്സ് എന്താ? റിസർവേഷൻ ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ജോബ്സ്, പൊളിറ്റിക്കൽ റിസർവേഷൻ, ദെൻ SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989. ഇനി പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ കൊടുത്തിരിക്കുന്നത് നമുക്കറിയാലോ, ഡോക്ടർ BR അംബേദ്കർ ആണ്. അല്ലെ, നമ്മൾ ഗാന്ധി അംബേദ്കർ കോൺഫ്ലിക്റ്റ് ഒക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു അല്ലേ. BR അംബേദ്കർ ആണ് ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട ആള്. ഇനി ഇവർ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്തൊക്കെയാ? സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, വയലൻസ് ഉണ്ട്, പോവർട്ടി ഉണ്ട്, എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ് ഉണ്ട്. ദെൻ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണ്. ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിജീനിയസ് പീപ്പിളിനെയാണ് നമ്മൾ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്നത്. ഇവർക്കുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് 5th ഷെഡ്യൂളില്, 6th ഷെഡ്യൂള്, ട്രൈബൽ റിസർവേഷൻ, ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ഓഫ് 2006, ഇതിലൊക്കെ ഇവർക്കുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഇവർ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്തൊക്കെയാണ്? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ലാൻഡ് ഏലിയനേഷൻ ഉണ്ട്, പോവർട്ടി ഉണ്ട്, എൻവയോൺമെന്റൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ട്രൈബൽ മൂവ്മെന്റ്സുകൾ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. നർമ്മദ ബച്ചാവോ ആന്തോളൻ, മറ്റേ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. പിന്നെ ജാർഖണ്ഡ് മൂവ്മെന്റ്, ജാർഖണ്ഡ് മുക്തി മോർച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ട്രൈബൽ ആസ്പിരേഷൻസ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് ഒക്കെയാണ് ജാർഖണ്ഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇത് നോർമലി വേറെ പേരിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നതാണ്. സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റിലീജിയൻസിനും ഒരുപോലെ റെസ്പെക്ട് സ്റ്റേറ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ്. അഫർമേറ്റീവ് ആക്ഷൻ വെച്ചാൽ നമ്മുടെ റിസർവേഷന്റെ മറ്റൊരു പേരാണ് അഫർമേറ്റീവ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ. റിസർവേഷൻ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷനില്, ജോബ്സില്, ലെജിസ്ലേച്ചറിലും ഒക്കെ റെപ്രസെന്റേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിയിലെ ഓപ്പർച്യൂണിറ്റീസും പാർട്ടിസിപ്പേഷനും ഡിനൈ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്.
ഇനി എംപവർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസിങ് പാർട്ടിസിപ്പേഷൻ ആണ് എന്നൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. സോ ഇത്രയേ ഉള്ളൂ ഈ മൊഡ്യൂള്. ഇത് സിമ്പിൾ അല്ലേ? ഇത് സിമ്പിൾ അല്ലേ? ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി കേട്ടോ. കൂടുതലൊന്നും പഠിക്കാനൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ആക്ടുകളുടെ വർഷമൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അല്ല അതിൽ കൂടുതൽ ഇതിനകത്തൊന്നും പഠിക്കാനില്ല. വായിച്ചു വിട്ടാൽ മാത്രം മതി കേട്ടോ. സോ ഈ ഒരു മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3 മൊഡ്യൂൾ കൂടെയാണ് ഉള്ളത്. അത് ഇതുപോലെ പെട്ടെന്ന് തീരും. കാരണം വലിയ കാര്യമായിട്ട് പഠിക്കാനൊന്നുമില്ല. സെക്യുലറിസം ഒക്കെ പഠിക്കാനുള്ളത്. അതൊന്നും വലിയ കാര്യമായിട്ട് പഠിക്കാനില്ല. ഓക്കെ, നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വലിയ കാര്യമായിട്ട് പഠിക്കാനില്ല എന്നുള്ളതാണ്. സോ നമുക്ക് ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്താലോ?